ഒറ്റശേഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ മീനാക്ഷിയുടെ അരികിലേക്ക് എത്തുകയാണ്. മീനാക്ഷി കുഞ്ഞിനെയും നോക്കി അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ചേച്ചി എന്തിനാ ഏത് സമയം നോക്കിയാലും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വന്നേ, എന്തെങ്കിലും വന്ന് കഴിക്കുന്നു പറയുകയാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ചേച്ചി ഇങ്ങനെ ക്ഷീണിച്ചിരുന്നാൽ ശരിയാവില്ല, ചെന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്നും വിട്ടയക്കുന്നു. എന്നിട്ട് കുഞ്ഞുമായിട്ട് മഞ്ജിമ കളിക്കുകയാണ്. പിന്നീട് പ്രതാപനാണെങ്കിൽ നല്ല ഉറക്കം. അവിടേക്ക് കൃഷ്ണ വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഉറങ്ങണമെന്ന് ചോദിക്കും. അല്ല, നീ പറഞ്ഞോ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. മുകുന്ദേട്ടന് ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടല്ലോ. അത് പിന്നെ പറയാനുണ്ടോ? മലേഷ്യയിലും പൂനെയിലും അതുപോലെ ഇവിടെ എറണാകുളത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്വത്തുക്കളുള്ളതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 80 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടു. അതിൻ്റെ ഓരോ മൂല്യവും കൂടിക്കൂടി വരികയല്ലേ എന്ന് പറയുന്നു. അതല്ല, മുകുന്ദേട്ടനിപ്പോൾ 50 വയസ്സ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ മുകുന്ദേട്ടൻ്റെ കാലം കഴിയും. അതോടുകൂടിയിട്ട് ആ കുഞ്ഞല്ലേ എല്ലാം സ്വത്തിൻ്റെയും അവകാശി. അതിന് സംശയമുണ്ടോ? ആ കുഞ്ഞല്ലേ ഇനി എല്ലാത്തിൻ്റെയും അവകാശം പൂർണ്ണമായിട്ടുള്ളത്. അതൊക്കെ ശരിയാണ്, പക്ഷേ മീനാക്ഷിയല്ലേ ആ കുഞ്ഞിൻ്റെ അമ്മ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നീ എന്തിനാ മുകുന്ദേട്ടൻ്റെ സ്വത്തിന് മേൽ കണ്ണുവയ്ക്കുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞെന്ന് മാത്രം, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ, നമുക്കത് മതി. മറ്റാരുടെയും സ്വത്തിന് കണ്ണു വെക്കേണ്ട. അതൊക്കെ അനുഭവിക്കാൻ മീനാക്ഷിയും മുകുന്ദേട്ടനും തീരുമാനമാണല്ലോ ആ മോള്. അപ്പോൾ അവളുണ്ടല്ലോ, അതുകൊണ്ട് അവളുടെ തലമുറ അത് അനുഭവിച്ചോളും എന്ന് പറയുകയാണ്. എന്തായാലും കൃഷ്ണയ്ക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് സ്വത്തുക്കൾ ആ കുഞ്ഞിൻ്റെ പേരിലാവുന്നത്. പിന്നീട് മീനാക്ഷിയാണെങ്കിൽ വീണ്ടും കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് ആകെ ടെൻഷനിലാണ്. കാരണം 30 ദിവസങ്ങൾ കൂടിയുള്ളൂ കുഞ്ഞിനെ കൈമാറാൻ. അവിടേക്ക് കരയുന്ന സൗണ്ട് കേട്ടിട്ട് മഞ്ജിമ വരുന്നുണ്ട്. എന്താ ചേച്ചി എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു? എടി, നിനക്കറിയാമോ, ഇനി 30 ദിവസം മാത്രമേ ഉള്ളൂ. അതൊക്കെ ശരി തന്നെയാണ് ചേച്ചി, ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ എന്ത് ചെയ്യാനാ? ചേച്ചിക്ക് പറയാനുള്ള എല്ലാ ന്യായങ്ങളും അവർക്കും പറയാനുണ്ട്. അതുകൊണ്ട് ചേച്ചി കുഞ്ഞിനെ കൊടുത്തേ മതിയാകൂ. ആ ഒരു റിയാലിറ്റി ചേച്ചി മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെയാടി ഞാൻ ഉൾക്കൊള്ളുക? എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മീനാക്ഷി പറയുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എല്ലാവർക്കും അതറിയും ചെയ്യും. പക്ഷേ നമ്മുടെ കുടുംബം എല്ലാം ഉൾക്കൊണ്ടിട്ട് തന്നെയല്ലേ ഈ കാര്യം സമ്മതിച്ചത്. മാത്രമല്ല, നമ്മൾ കുഞ്ഞിനെ കൊടുത്തേ മതിയാകൂ. അതുവരെ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക, അല്ലാതെ ചേച്ചി മറ്റൊന്നും ആഗ്രഹിക്കരുതെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് മീനാക്ഷി പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ വേദന മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഞാൻ പകുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് ഉണ്ടോ ഉറങ്ങിയോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ ഇരിക്കുക? ചേച്ചി ഇവൾ രാജകുമാരിയെ പോലെ ആയിരിക്കും ജീവിക്കുക. ചേച്ചിയുടെ കയ്യിൽ നിന്നും പോയാലും അവൾക്ക് ഒരു കുറവും വരില്ല. പോറ്റമ്മയാണെങ്കിലും കൂടിയും അവർ നന്നായി നോക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും എൻ്റെ വിഷമം മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവണമെങ്കിൽ നീ ഒരു അമ്മയാവണം. എന്നിട്ട് നിൻ്റെ കുഞ്ഞിനെ നീ മറ്റാർക്കെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇവിടെ മറ്റാർക്കും കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ കൈമാറുന്നത്. എന്തായാലും ഈ മഞ്ജിമ പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് ബാധിച്ച് ചെയ്യിക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. എന്നിട്ട് അവൾ പഠിക്കാനുള്ള പുസ്തകമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞുമായിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. മഞ്ജിമയാണെങ്കിൽ അതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് പൂനെയിലാണ് മുകുന്ദനും അങ്കിതയും. അവരാണെങ്കിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമുക്ക് കാര്യങ്ങൾ ശരിയായതൊക്കെ പ്രതാപനെ വിളിച്ച് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണമല്ലോ, വിളിച്ച് പറയാലോ. അങ്ങനെ പ്രതാപനെ മുകുന്ദൻ വിളിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റും മറ്റും റെഡിയായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും 90% റെഡിയായല്ലേ? കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഇനി എത്ര ദിവസം എടുക്കും? ദിവസമൊന്നും എടുക്കില്ലടോ. ഇനി ഏകദേശം കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അതോടുകൂടിയിട്ട് കുഞ്ഞുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അടുത്ത വരവിൽ തന്നെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണയ്ക്കും പ്രതാപനും സന്തോഷമാവുകയാണ്. അങ്ങനെ കൃഷ്ണയോട് പറയണമെന്ന് പറയുമ്പോൾ കൃഷ്ണ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് ഫോണിലൂടെ വിളിച്ച് പറയുന്നു. എന്നിട്ട് ഫോൺ വയ്ക്കും. കുഞ്ഞിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ത്രില്ലിലാണ് മുകുന്ദനും അങ്കിതയും. അങ്ങനെ മീനാക്ഷി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ സൗണ്ട് കേട്ടുകൊണ്ട് വീണ്ടും മഞ്ജിമ വരുന്നുണ്ട്. ചേച്ചി എന്നിട്ട് എങ്ങനെ കരയുന്നു? എടി, ഞാൻ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ കൊടുക്കാനായിട്ട്. എനിക്ക് സങ്കടം വരില്ലേ? അങ്ങനെ കുഞ്ഞാണെങ്കിൽ വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ആ കുഞ്ഞിനെ എടുത്തൊന്ന് പാല് കൊടുക്ക്. അതിനെ വല്ല എല്ലുംകൊട്ടയായിട്ടാണോ അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്നത്? ചേച്ചി കുഞ്ഞിനെ എടുക്ക്. കുഞ്ഞ് കരയുന്നത് ചേച്ചി കാണില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എന്നാൽ പാല് കൊടുക്കാത്ത അമ്മയൊന്നുമല്ല ഞാൻ. എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞ് മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനെ വാരി എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ പിരിയാൻ എനിക്കാവില്ല. ചേച്ചി എന്തൊക്കെയായി പറയുന്നു? അതേ മഞ്ജു, എനിക്ക് ഇവളെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. ഇവളെൻ്റെ ജീവനാണെന്നൊക്കെ പറയുന്നു. ചേച്ചി വെറുതെ കളിക്കാൻ നിൽക്കരുത്. ചേച്ചി സമ്മതിച്ചിട്ടല്ലേ ഇതൊക്കെ നടത്തിയത്, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ? അതുകൊണ്ടാണ് അവർ എഗ്രിമെൻ്റ് എഴുതി വെച്ചതെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്കും നന്നായി തന്നെ സങ്കടമാവുന്നുണ്ട്. മഞ്ജിമയും മീനാക്ഷി കരയുന്നത് കൊണ്ട് സങ്കടപ്പെടുകയാണ്. അവളും കരയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ മീനാക്ഷി ആശ്വസിപ്പിച്ച് അവൾ അങ്ങോട്ട് പോവുകയാണ്. ചേച്ചി അതിന് പാല് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തുളസിയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം മീനാക്ഷി കുഞ്ഞിനെ കൊടുത്താൽ എത്രയും പെട്ടെന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറണമെന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാടക വീട് നോക്കി വെക്കുകയാണ്. എന്തായാലും ബ്രോക്കറിൻ്റെ കൂടെ പോയി കാണുന്നുണ്ട്.
അടിപൊളി വീടാണെന്നൊക്കെ ബ്രോക്കറിനോട് തുളസീധരൻ പറയാണ്. കല്യാണം കഴിക്കാത്ത 2 പെൺമക്കളാണ്, അവരുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അയൽക്കാരൊന്നും ഒരു കുഴപ്പമില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വരാമെന്നിങ്ങനെ ബ്രോക്കർ പറയുന്നു. എന്തായാലും വീട് കണ്ട് ഇഷ്ടപ്പെട്ട തുളസിയാണെങ്കിൽ തിരികെ പോകുന്നുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ കുഞ്ഞിനെ കൊടുത്തയക്കാനുള്ള 2 ദിവസങ്ങൾക്ക് മുൻപായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. ചേച്ചി എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്യാലേ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല ചേച്ചി, അവർക്കിത് നാളെ ഉപയോഗിക്കാമല്ലോ. കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ പാക്ക് ചെയ്താലോ? മീനാക്ഷിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ മരിച്ചതുപോലെയൊക്കെ ഇരിക്കുകയാണ്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ വീണ്ടും മഞ്ജിമ അത് പാക്ക് ചെയ്യുന്ന സമയത്ത് മീനാക്ഷി ദേഷ്യത്തോട് കൂടിയിട്ട് എഴുന്നേറ്റ് പറയുകയാണ്, വേണ്ടെന്നല്ലടി പറഞ്ഞത്, എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, എൻ്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കുന്നില്ല. ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? മഞ്ജിമയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതെ, എൻ്റെ കുഞ്ഞിനോട് എനിക്കുള്ള അവകാശം കഴിഞ്ഞിട്ട് മതി ബാക്കി ആർക്കും. മഞ്ജിമ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഇത്? കേസും കോടതിയൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും. ആ, ഞാൻ നടക്കും. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് മഞ്ജിമയോട് മീനാക്ഷി പറയുന്നു. അവളാണെങ്കിൽ ആകെ ഞെട്ടിത്തരിക്കുകയാണ്. ചേച്ചി, അച്ഛനെ അറിഞ്ഞാൽ? അച്ഛൻ പോണ്ട, കോടതിക്ക് ഞാൻ പോയിക്കോളാം, എനിക്കൊരു വക്കീലും വേണ്ട. സ്വന്തം അമ്മയിൽ നിന്നും കുഞ്ഞിനെ പിരിക്കാൻ ആർക്കാടി അവകാശം? ഏത് കോടതിക്കാണ് അവകാശം? എന്നൊക്കെ അങ്ങനെ മീനാക്ഷി വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് പറയുന്നു. മഞ്ജിമയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. മീനാക്ഷിയുടെ ഭ്രാന്ത് പിടിച്ചുള്ള സംസാരം കേട്ട് മഞ്ജിമയാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനെ എടുത്തിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ കുട്ടിയെ അമ്മ എവിടേക്കും കൊടുക്കുന്നില്ല, അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നീ, അമ്മയുടെ മരണം വരെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പ്രസന്നയാണെങ്കിൽ മുറ്റമടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചന്ദ്രമോഹൻ കാറുമായിട്ട് വരുന്നത് കാണുന്നത്. പ്രസന്നയാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. അവിടെ നിന്ന് വേഗം അകത്തേക്ക് കയറി പോവുകയാണ്. മഞ്ജിമ വരുന്നുണ്ട്. എന്താ അമ്മേ, എന്ത് പറ്റി? അതെ, ആ ചന്ദ്രമോഹൻ സാർ വരുന്നുണ്ട്. മീനാക്ഷിയും കുഞ്ഞിനെ കണ്ടാൽ അയാളാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. കാരണം ആ മീനാക്ഷിയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എന്തോ പോലെയാണ്, കുഞ്ഞാണെങ്കിലും ഒരു കോലുമില്ല. നീ ഇവിടെ തന്നെ പിടിച്ചു നിർത്തും, മീനാക്ഷിയും കുഞ്ഞിനെയും കാണാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ ചന്ദ്രമോഹൻ കയറി വരികയാണ്. പ്രസന്നയാണെങ്കിൽ അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് മീനാക്ഷിയും കുഞ്ഞിനെയും കാണിച്ചു കൊടുക്കാതിരിക്കാനായിട്ട്. അങ്ങനെ മഞ്ജിമ പറയുന്നുണ്ട്, ആ സാറോ, ഞാൻ മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണാനായിട്ട് വന്നതാണെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ, ഓ ചേച്ചിയെ കാണാനായിട്ടോ? അങ്ങനെ മഞ്ജിമ മാക്സിമം പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. മീനാക്ഷിയുടെ മുഖഭാവമൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ കരഞ്ഞു തളർന്ന് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കുന്ന ആളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്